സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ കല്യാശ്ശേരി, തളിപ്പറമ്പ്. ആദ്യമായി തന്നെ നമുക്ക് കല്യാശ്ശേരിയിൽ നിന്ന് ആരംഭിക്കാം. LDF സ്ഥാനാർത്ഥി ഇവിടെ M. വിജിൻ, UDF സ്ഥാനാർത്ഥി രാജീവ് കെ, NDA സ്ഥാനാർത്ഥി AV സനൽകുമാർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായ M. വിജിൻ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് കല്യാശ്ശേരി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കല്യാശ്ശേരിയിലെ വോട്ടർമാരുടെ ഇടയിലെ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പ്രതികരണങ്ങളിൽ LDF 1-ാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. UDF 2-ാം സ്ഥാനത്തും NDA 3-ാം സ്ഥാനത്തുമാണ്. എന്നാൽ NDAയെ സംബന്ധിച്ച് പ്രതികൂല പ്രതികരണങ്ങൾ അല്പം മുമ്പോട്ടാണ്. വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന 5 പ്രധാന ഘടകങ്ങളിൽ ഓരോ മുന്നണിയും എപ്രകാരമാണ് ജനങ്ങൾ വിലയിരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലെ വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും സഹിഷ്ണുപരമായ രാഷ്ട്രീയത്തിലും കല്യാശ്ശേരിയിൽ LDF 1-ാം സ്ഥാനത്താണ്. UDF ഈ എല്ലാ ഘടകങ്ങളിലും 2-ാം സ്ഥാനത്ത് വരുമ്പോൾ NDA 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. ഇനി നിലവിലത്തെ സാഹചര്യത്തിൽ കല്യാശ്ശേരി ആര് ജയിക്കും എന്ന സെമിയോട്ടിക്കയുടെ പ്രവചനത്തിലേക്ക് നമുക്ക് പോകാം. കല്യാശ്ശേരിയിൽ LDF വ്യക്തമായ ഒരു മുന്നേറ്റം നടത്തുകയാണ്. ഇവിടെ M. വിജിൻ 55% വോട്ട് വിഹിതം നേടുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വോട്ട് വിഹിതം കുറയുന്നു എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. UDF 40% എത്തിയിരിക്കുന്നു. NDA കാര്യമായ വ്യത്യാസങ്ങളില്ലാണ്ട് ഏകദേശം 6% തന്നെ തുടരുകയാണ്. ഇനി നമുക്ക് തളിപ്പറമ്പ് മണ്ഡലത്തിലേക്ക് പോകാം. തളിപ്പറമ്പ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി PK ശൈലമ, UDF സ്ഥാനാർത്ഥി TK ഗോവിന്ദൻ, NDA സ്ഥാനാർത്ഥി N. ഹരിദാസ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ മാസ്റ്റർ 52% വോട്ട് വീതം നേടി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണ് തളിപ്പറമ്പ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വോട്ടർമാരുടെ ഇടയിലെ അഭിപ്രായങ്ങളുടെ ഒരു സംയമനമാണ് നാം ഇനി കാണുവാൻ പോകുന്നത്. LDFന് ഈ ഒരു കാര്യത്തിൽ വ്യക്തമായ മുൻതൂക്കം അവിടെയുണ്ട്. എന്നാൽ NDAയെ സംബന്ധിച്ചിടത്തോളം പ്രതികൂല അഭിപ്രായങ്ങൾ അനുകൂല അഭിപ്രായങ്ങളെ കഴിഞ്ഞും അല്പം മുമ്പിലാണ്. വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്ന 5 പ്രധാന ഘടകങ്ങളിൽ ഓരോ പാർട്ടിയും ഇവിടുത്തെ വോട്ടർമാർ എങ്ങനെ അവരെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുപരമായ രാഷ്ട്രീയം, ഈ ഓരോ ഘടകത്തിലും ഇവിടെ LDF മറ്റു മുന്നണികളെ കഴിഞ്ഞും ബഹുദൂരം മുമ്പിലാണ്. 2-ാം സ്ഥാനത്ത് UDF ആണ്. NDA ഇവിടെ ഈ 5 ഘടകങ്ങളിലും 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. ഇനി സെമിയോട്ടിക്ക പ്രവചനത്തിലേക്ക് നമുക്ക് പോകാം. നിലവിലത്തെ സാഹചര്യത്തിൽ ആര് തളിപ്പറമ്പ് നേടും എന്ന് നമുക്ക് നോക്കാം. തളിപ്പറമ്പിൽ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് സെമിയോട്ടിക്ക നിങ്ങൾക്കായി പ്രവചിക്കുന്നത്. LDF സ്ഥാനാർത്ഥിക്ക് നേരിയ ഭൂരിപക്ഷമാണ് കാണിക്കുന്നത്, 47% വോട്ട് വിഹിതം. UDF സ്ഥാനാർത്ഥി വളരെ അടുത്തുണ്ട്, 46% വോട്ട് വിഹിതവുമായി. NDAയുടെ വോട്ട് നിലയിൽ വലിയ കാര്യമായ വ്യത്യാസമില്ല. അവർ ഏകദേശം 7% വോട്ട് വീതമാണ് നേടുവാൻ പോകുന്നത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ വരുന്നതുവരെ വി ആർ സൈനിങ് ഓഫ്. താങ്ക് യു എവരിവൺ.